വളരെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം 2016 വിറ്റാര ബ്രീസയുമായി മാരുതി വീണ്ടും SUV ശ്രേണിയിലേക്ക് തിരികെ എത്തിയത്. കോമ്പാക്ട് SUV വിഭാഗത്തിൽ ആദ്യകാലത്ത് ഫോർഡ് ഇക്കോസ്പോർട്ട് നാട്ടിയ നാഴികക്കല്ല് വളരെ കുറച്ചു സമയം കൊണ്ട് മറികടക്കാൻ ബ്രീസയ്ക്ക് സാധിച്ചു. പിന്നീട് തുടർച്ചയായി 3 വർഷവും ശ്രേണിയിലെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന മോഡലായി മാറുകയും ചെയ്തു. 10,000-കണക്കിന് യൂണിറ്റ് വിൽപ്പന കരസ്ഥമാക്കി വിപണിയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആധിപത്യം വാഹനം നേടിയെടുക്കുകയും ചെയ്തു. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ പ്രതീക്ഷകൾക്ക് മറുപടിയായി ബ്രീസയ്ക്ക് വിപണിയിൽ പുതിയ എതിരാളികൾ വരാൻ തുടങ്ങി. 2017 അവസാനത്തിൽ പുറത്തിറങ്ങിയ ടാറ്റ നെക്സോണിന് മികച്ച സ്വീകാര്യത ലഭിച്ചുവെങ്കിലും വിറ്റാര ബ്രീസ വിൽപ്പനയെ കാര്യമായി ബാധിച്ചില്ല. എന്നാൽ ഇന്ത്യയിലെ ആദ്യ കണക്റ്റഡ് വാഹനമായ ഹ്യുണ്ടായുടെ വെന്യുവിന്റെ രംഗപ്രവേശനം വിറ്റാര ബ്രീസയ്ക്ക് കടുത്ത തിരിച്ചടിയായിരുന്നു. നിരവധി ഫീച്ചറുകളും സവിശേഷതകളും ഉൾക്കൊള്ളുന്ന വാഹനം 3 എഞ്ചിൻ ഓപ്ഷനുകളും ഉപഭോക്താക്കൾക്ക് നൽകുന്നു. വിപണിയിലെത്തി കുറച്ചു നാളുകൾക്കകം ബ്രീസയുടെ സ്ഥാനം വെന്യു പിടിച്ചടക്കി. വിപണിയിൽ നേരിട്ട തിരിച്ചടികൾക്ക് ബദലായി വിറ്റാര ബ്രീസയുടെ ഫേസ്ലിഫ്റ്റ് പതിപ്പിനെ പുറത്തിറക്കാനുള്ള പണിപ്പുരയിലാണ് മാരുതി. ഇതിനിടെ 2020 വിറ്റാര ബ്രീസയുടെ പരീക്ഷണയോട്ടം ക്യാമറയിൽ പതിഞ്ഞിരിക്കുകയാണ്. മുഴുവനും മൂടിയ തരത്തിൽ കാണപ്പെട്ട പുതിയ വാഹനത്തിന് നിലവിലുള്ള മോഡലിൽ നിന്ന് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5 സീറ്റർ SUVക്ക് മുൻവശത്ത് പുതുതായി രൂപകൽപ്പന ചെയ്ത ബമ്പറും വൃത്താകൃതിയിലുള്ള ഫോക്ക് ലാമ്പ് ഹൗസിംഗുമാണ്. LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ സംയോജിപ്പിച്ച പ്രൊജക്ടർ ഹെഡ്ലാമ്പുകളാണ്. കൂടാതെ വാഹനത്തിന്റെ ഗ്രില്ലുകൾക്കും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കോമ്പാക്ട് SUVയുടെ ഉയരമുള്ള പില്ലറുകളും മൊത്തത്തിലുള്ള ബോക്സി ശൈലിക്കും കാര്യമായ മാറ്റങ്ങളില്ല. നിലവിലുള്ളതിന് സമാന ആകൃതിയിലുള്ള ചിറകുകൾ, ടേൺ ഇൻഡിക്കേറ്ററുകൾ അടങ്ങിയ മിറ്റുകളുമാണ്. 2020 മാരുതി സുസുക്കി വിറ്റാര ബ്രീസയിൽ പഴയ റാപ്പ് എറൗണ്ട് LED ടെയിൽ ലാമ്പുകൾ, ക്രോം ബൂട്ട് ആപ്ലിക്, ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പുകൾ എന്നിവ തുടരുന്നതിനാൽ പിൻഭാഗത്തിന് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടുന്ന നവീകരിച്ച സ്മാർട്ട് പ്ലേ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും പുതിയ സവിശേഷതകളും ഫീച്ചറുകളുമല്ലാതെ അകത്തളത്തിനും വലിയ പരിഷ്കാരങ്ങളൊന്നും ലഭിക്കുകയില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പവർ ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന വിറ്റാര ബ്രീസയിൽ 1.5 ലിറ്റർ 4 സിലിണ്ടർ K50B SHVS BS6 പെട്രോൾ എഞ്ചിനാവും നിർമ്മാതാക്കൾ ഒരുക്കുന്നത്. സിയാസിൽ അരങ്ങേറ്റം കുറിച്ച എഞ്ചിൻ എർട്ടിഗയിലും കാണാം. 104 bhp കരുത്തും 138 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ഈ എഞ്ചിൻ പ്രാപ്തമാണ്. 5 സ്പീഡ് മാനുവൽ ഓപ്ഷനായി 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർബോക്സുകൾ വാഹനത്തിൽ വരുന്നു.